ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ടെക് മിത്തുകളാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ എന്താ പറയുക, ബാറ്ററിയുടെ കാര്യങ്ങൾ ചിലതുണ്ട്, അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ കാര്യം പലതുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, കുറച്ചുകൂടെ യുണീക്കായിട്ടുള്ള എന്നാൽ നമുക്ക് പലപ്പോഴും സംശയമുള്ളതും അതുപോലെ അധികം അന്വേഷിക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മളങ്ങ് ശരി ഇപ്പോൾ ഇതായിരിക്കുമെന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ചില മിത്തുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ മിത്ത് എന്തെന്ന് വെച്ചാൽ, ഫോൺ എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്, ലിസൺ ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്നുള്ളൊരു മിത്താണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഈ ഇടയ്ക്ക് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പല സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. എന്നാലും ആൾക്കാരുടെ ഇടയിലുള്ള ഒരു ജനറൽ ബിലീഫ് എന്ന് പറയുന്നത് നമ്മളെല്ലാം സംസാരിക്കുന്നതെല്ലാം ഫോൺ റെക്കോർഡ് ചെയ്യുകയാണ്, നമ്മൾ ആ ഡാറ്റ സെൻഡ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അത് ആക്ച്വലി ട്രൂ ആണോ? അല്ല. എല്ലാം നമ്മൾ ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല ഫോൺ. അങ്ങനെ റെക്കോർഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഫോണിന് എന്തുമാത്രം പ്രോസസ്സിങ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് അത്രയും ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇൻറ്റൻസ് ആണ്, ഏത് ഫോണായാലും. അപ്പോൾ അത് ചെയ്യുന്നില്ല. പകരം നമ്മുടെ ചില ട്രിഗർ വേർഡ്സ് ഉണ്ടല്ലോ. ഇപ്പം ആപ്പിൾ ഐഫോൺസിലാണെങ്കിൽ സിറിയുടെ ഹേ സിറി നമ്മൾ ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേ സിറി എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ സിറി എന്ന് നമ്മൾ പറയുന്നത് ഫോൺ ലിസൺ ചെയ്യും. ഓക്കെ, അതിനൊരു പ്രത്യേക ഒരു ഭാഗം കാണും, എപ്പോഴേലും നമ്മൾ പറയുന്നുണ്ടോ എന്നുള്ളത് ലിസൺ ചെയ്യാൻ വേണ്ടി. ശരിയാണ്. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ കാര്യത്തിൽ ഓക്കെ ഗൂഗിൾ എന്നുള്ളത്, ഇത്തരം വോയിസ് കമാൻഡ്സ് അല്ലെങ്കിൽ വോയിസ് അസിസ്റ്റൻസിനെ കോൾ ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ്സ് ഈ ഒരു ഫോൺ എപ്പോഴും ലിസൺ ചെയ്തുകൊണ്ടിരിക്കും, അത് ഇനേബിൾഡ് ആണെങ്കിൽ. അല്ലാതെ നമ്മളുടെ ഡേ ടു ഡേ കോൺവെർസേഷൻസും നമ്മളൊരാളുമായിട്ട് സംസാരിക്കുന്ന കോൺവെർസേഷൻസ് ഒന്നും ഫോൺ ലിസൺ ചെയ്യുന്നില്ല എന്നാണ് പല സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തപ്പോഴാണെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ എന്നാലും നിങ്ങൾക്കൊരു സംശയം കാണും, എങ്ങനെയാണ് ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫോണിനകത്ത് ഈ ടാർഗറ്റഡ് ആയിട്ടുള്ള ആഡ്സ് വരുന്നത്? അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ വരെ ഫോൺ ആക്ച്വലി കാണിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അത് സ്പൈ ചെയ്യാതെ എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങൾ ലിസൺ ചെയ്യാതെ എങ്ങനെ അത് പോസിബിൾ ആവുന്നു? ആക്ച്വലി അത് നമ്മുടെ കോൺവെർസേഷൻസ് റെക്കോർഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, നമ്മളെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും അത് കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രൗസിംഗ് ഹിസ്റ്ററി ആവട്ടെ, നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും അതെല്ലാം കളക്ട് ചെയ്ത് സെല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, നമ്മുടെ സോഷ്യൽ കണക്ഷൻസ് എന്തൊക്കെയാണ്, നമ്മുടെ പർച്ചേസ് ഹിസ്റ്ററി എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ട്. സോ അതിനെ വെച്ചിട്ട് ആക്ച്വലി നമ്മൾ എന്തായിരിക്കും വാങ്ങാൻ പോകുന്നത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവും ഈ സിസ്റ്റംസിനുണ്ട്. അതുപോലെ അത് ക്രേസി ആക്യുറേറ്റുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരാളത്ത് സംസാരിക്കുന്നത് എങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഒരു ഫ്രണ്ട് അത് സെർച്ച് ചെയ്ത് കാണും, ആ ഫ്രണ്ട് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്കും ആ സജഷൻ വരും. അങ്ങനെ ഇത് കുറച്ച് ഭയങ്കര എന്താ പറയുക, കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടാർഗറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. അത് ആക്ച്വലി നമ്മളെപ്പറ്റി പഠിച്ചു തന്നെയാണ്, പക്ഷേ കോൺവെർസേഷൻസ് ലിസൺ ചെയ്തിട്ടല്ല, പകരം നമ്മുടെ ആക്ടിവിറ്റീസ് നോക്കി തന്നെയാണ് അത് ആക്ച്വലി പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മിത്ത്, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഇടിമിന്നൽ വെട്ടുമ്പോഴത്തേക്കും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. വർഷങ്ങളായി നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്, നമ്മുടെ അമ്മമാർ പറയും. അതുപോലെ തന്നെ എത്ര അമ്മമാരത്ത് പറഞ്ഞാലും മനസ്സിലാക്കുകയില്ല, അതാണ് വേറൊരു കാര്യം. ഫോൺ ഇടിമിന്നൽ വെട്ടുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നമ്മൾ കൂടുതൽ അന്വേഷിക്കാനും പോകില്ല. ശരി, ഓക്കെ, ഇടിമിന്നലല്ലേ, പിന്നെ എന്തിനാ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് ആക്ച്വലി സത്യമാണോ? ഒരിടത്ത് സത്യമാണ്. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതുവഴി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ഫോണിലൂടെ വന്ന് നേരെ നിങ്ങളുടെ ബോഡിയിൽ മിന്നൽ അടിക്കാം. അത് മാത്രമാണ് ആക്ച്വലി ഒരു കേസ്. ബാക്കി എല്ലാ കേസിലും ഫോൺ ഇങ്ങനെ വെറുതെ വീട്ടിനകത്തിരുന്ന് ഫോൺ ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞ് ആ മിന്നൽ വീട്ടിനകത്തോട്ട് വന്ന് ഫോണിലൂടെ പാസ് ചെയ്ത് നമ്മുടെ ദേഹത്ത് അടിക്കുകയൊന്നുമില്ല, ഒരിക്കലും പോസിബിൾ അല്ല. ഈവൻ ദോ ഫോൺ ഒരു കണ്ടക്ടർ ആണെങ്കിലും ചെറിയൊരു ഒബ്ജക്റ്റാണ് ഫോൺ. മിന്നൽ എപ്പോഴും നോക്കുന്നത് വലിയ ഒബ്ജക്റ്റുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടക്റ്റീവ് പാത്തുകളിലോട്ടാണ്, അല്ലാതെ ഫോണിലോട്ട് അട്രാക്ട് ചെയ്ത് വരില്ല, ഒരിക്കലും വരില്ല. ഓക്കെ, അതിനേക്കാളും വലിയ കണ്ടക്ടറാണ് നമ്മൾ തന്നെ, നമ്മൾ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ഇപ്പം ഹ്യൂമൻ ബോഡിയിലോട്ട് കൂടുതൽ സാധ്യതയുണ്ട് ഫോണിലേക്കാളും അട്രാക്ട് ചെയ്യാൻ വേണ്ടി. സോ അതുകൊണ്ട് ഫോൺ വീട്ടിനകത്തിരുന്ന് ഉപയോഗിക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല, അത് ചാർജിങ് അല്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ആൾക്കാർക്കുള്ള സംശയമാണ്, ഓക്കെ, ഫോൺ വീട്ടിനകത്തിരുന്ന് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കോള് വരുമ്പോഴത്തേക്കും റേഡിയോ വേവ്സ് അല്ലേ വരുന്നത്, അതുവഴി ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിടുക എന്നുള്ളത് അതും നടക്കാൻ പോകുന്നില്ല. കാരണം റേഡിയോ വേവ്സ് ഒക്കെ വളരെ വീക്കാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റ്നിങ് ഒന്നും കണ്ടക്ട് ചെയ്ത് നമ്മളിലോട്ട് അടിക്കാനുള്ള സ്ട്രെങ്ത് ഒന്നും റേഡിയോ വേവ്സ് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കത്തില്ല. ഓക്കെ, അപ്പോൾ അവിടെയും പോസിബിലിറ്റി ഇല്ല. ഇനി മൂന്നാമത്തെ ഒരു മിത്താണ്, പെട്രോൾ പമ്പിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം അത് ഒരു കാലഘട്ടത്തിൽ ആൾക്കാരത് ഭയങ്കര ഇതായിട്ട് ഫോളോ ചെയ്തിരുന്നു. ഇപ്പോൾ ഒന്നും നമുക്ക് ഫോളോ ചെയ്യുന്ന കാണാൻ പറ്റാറില്ല, കാരണം എല്ലാവരും UPI പേയ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് പെട്രോൾ പമ്പിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കാതെ പറ്റില്ലല്ലോ ആ ഒരു സമയത്ത്. പക്ഷേ എന്തുകൊണ്ടാണ് പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, പെട്രോൾ പമ്പിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പെട്രോൾ വേപ്പേഴ്സ് എല്ലാം സറൗണ്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ ആ ഒരു പെട്രോൾ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് പെട്രോൾ വേപ്പേഴ്സ് എയറിൽ കാണാം, അല്ലെങ്കിൽ പല സറൗണ്ടിങ്സിലും കാണാം.
അപ്പോൾ ഈ വേപ്പേഴ്സ് ഏതെങ്കിലും ഒരു സ്പാർക്ക് എങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വേപ്പേഴ്സ് പെട്ടെന്ന് തീ പിടിച്ച് പെട്രോൾ പമ്പിലെ പല ഭാഗങ്ങളിലും തീ വരാം. ചിലപ്പോൾ ബൈക്കിലായിരിക്കും വരുന്നത്, ചിലപ്പോൾ ആ കാർ തന്നെ തീ വിടാം, അങ്ങനെ പല ഇഷ്യൂസും വരാം. അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ മൊബൈൽ ഫോൺസ് എങ്ങനെയാണ് സ്പാർക്ക് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരും. അപ്പോൾ മൊബൈൽ ഫോൺസ് പണ്ട് ബിലീവ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ മൊബൈൽ ഫോൺസിൽ നിന്നുമുള്ള റേഡിയേഷൻ കാരണം സ്പാർക്ക് വരാം എന്നുള്ളത് ഒരെണ്ണം. പിന്നെ രണ്ടാമത് മൊബൈൽ ഫോൺസിൻ്റെ അകത്തുള്ള ആ ഒരു ബാറ്ററിയുടെ എന്തെങ്കിലും പ്രോബ്ലം കാരണമോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിനകത്തുള്ള ആ ഇലക്ട്രിക്കൽ കമ്പണൻസ് കാരണമോ എങ്ങാനും സ്പാർക്ക് ജനറേറ്റ് ചെയ്ത് പെട്രോൾ പമ്പിൽ തീ വരാം എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ റൂൾ ഔട്ട് ചെയ്തു. പല ടെസ്റ്റുകളും മനസ്സിലാക്കി മൊബൈൽ ഫോൺസൊന്നും, ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺസൊക്കെ വളരെ കോമ്പാക്ട്ലി ഡിസൈൻഡ് ആണ്, നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ടൊന്നും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും സ്മാർട്ട് ഫോൺസ് ക്രിയേറ്റ് ചെയ്യില്ല. റേഡിയേഷൻസ് ആണെങ്കിലും വളരെ മിനിമലാണ്. ഒരു പെട്രോൾ പമ്പിൽ തീ ഉണ്ടാക്കാൻ മാത്രമുള്ള റേഡിയേഷൻ ഒന്നും ഫോണിനകത്ത് വരുന്നില്ല എന്നുള്ളത് പല ടെസ്റ്റുകളിലും മനസ്സിലാക്കി. ഇതുവരെ ഒരു കേസ് പോലും ഫോൺ കാരണമാണ്, അതായത് ഫോൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കാരണമാണ് ഈ ഒരു തീ ഉണ്ടാവുന്നത് എന്നുള്ളത് ഇതുവരെ പ്രൂവണല്ല. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് ഇപ്പം സെൽഫ് സർവീസ് സ്റ്റേഷൻസിലൊക്കെ ഇത് പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഇത് ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോൺ കാരണം പല ഡിസ്ട്രാക്ഷൻസും വന്ന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നാലാമത്തൊരു മിത്താണ് ഡിലീറ്റ് ചെയ്ത ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ഡിലീറ്റ് ചെയ്താൽ മതി, പെർമനൻറ്റ് ഡിലീഷൻ ഓക്കെ ഡൺ എന്നുള്ള തെറ്റിദ്ധാരണ. ആക്ച്വലി അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. കാരണം ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ പണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കിയാൽ മതി. അപ്പം ഡിലീറ്റ് ചെയ്ത ഡാറ്റ തീർച്ചയായിട്ടും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓരോ ഡിവൈസ് അനുസരിച്ചിട്ട് ആ റിക്കവറിയുടെ ചാൻസ് കൂടുകയോ കുറയോ ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാതെ റിക്കവറി പോസിബിൾ അല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾ പെർമനൻറ്റ് ഡിലീറ്റ് ചെയ്താലും എന്ത് ചെയ്താലും ഫോർമാറ്റ് ചെയ്താലും ഡാറ്റ റിക്കവറി ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഹാർഡ് ഡിസ്കിലാണെങ്കിൽ റിക്കവറി ചാൻസ് ഭയങ്കരമാണ്, കാരണം അതിനകത്ത് ആ ഫിസിക്കൽ ഡിലീഷൻ നടക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ സോഫ്റ്റ്വെയറിൽ പെർമനൻറ്റ് ഡിലീഷൻ നടത്തിയാലും ഹാർഡ് ഡിസ്കിനകത്ത് ആ ഫയൽ കിടക്കുന്നുണ്ട് അൺലെസ് ഓവർ റൈറ്റ് ചെയ്യുന്നിടം വരെ. അപ്പം ഈ ഡിസ്ക് വൈപ്പ് ചെയ്യാനൊക്കെ പറയുന്നത് ഓവർ റൈറ്റ് ചെയ്ത് ആ വൈപ്പിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യും, ഒരുപാട് തവണ ഓവർ റൈറ്റ് ചെയ്യും. അങ്ങനെ ഓവർ റൈറ്റ് ചെയ്യുമ്പോൾ ആ പഴയ ഫയലങ്ങ് ഇല്ലാതാവും. അല്ലാതെ ആക്ച്വലി ഇതില്ലാതാവുന്നില്ല. അതുകൊണ്ട് ഹാർഡ് ഡിസ്കിൽ ഭയങ്കര എളുപ്പമാണ് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി. പിന്നെ ഈ പെൻ ഡ്രൈവ്സിൽ ഫ്ലാഷ് മെമ്മറി ഉണ്ടല്ലോ, അതിനകത്താണെങ്കിലും ആക്ച്വലി പോസിബിൾ ആണ്. കാരണം അതിനകത്ത് ഇപ്പോൾ ഫോർമാറ്റ് ചെയ്താലും നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും ഓരോ ടൂൾസ് ഉപയോഗിച്ചിട്ട്. അല്ലെങ്കിൽ റിക്കവറി സെൻറ്റേഴ്സിൽ കൊണ്ട് കൊടുത്താലും മതി, അവരാണെങ്കിലും ചെയ്തു തരും. പിന്നെ SSD കുറച്ച് പാടാണ്, കാരണം അതിനകത്ത് ഈ ഫിസിക്കൽ ഡിലീഷൻ നടക്കുന്നുണ്ട്, ട്രിം കമാൻഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് കാരണം. അപ്പോൾ അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിയാൽ മതി. ആ ഒരു കമാൻഡ് കാരണം ഈ ഒരു SSDയിൽ ആക്ച്വലി നിങ്ങൾ എത്ര നേരത്തെയാണോ റിക്കവറി അറ്റംപ്റ്റ് ചെയ്യുന്നത് അത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ അത്രയും ചാൻസ് ഉണ്ട് ആ ഒരു ഫയൽ കിട്ടാൻ വേണ്ടി. കാരണം അത് ദിവസങ്ങൾ കഴിയുന്തോറും ഇത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് SSDയിൽ കുറച്ചുകൂടെ ഒരു ചാൻസ്, കുറച്ചുകൂടെ അല്ല നല്ല ചാൻസ് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മൊബൈൽ ഫോൺസിലാണെങ്കിലും പാടാണ്, SSD പോലെ തന്നെ ആ ഒരു ചാൻസ് കുറവാണ്. കാരണം അതിനകത്ത് തന്നെ ഈ ഓട്ടോമാറ്റിക് ഡിലീഷനൊക്കെ പലതും ഉണ്ട് SSDയിലുള്ളതുപോലെ. അതുകൊണ്ട് റൂട്ട് ആക്സസ് ഒക്കെ കൊടുത്ത് പല കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ വഴി ചിലപ്പോൾ ഫയൽ റിക്കവർ ചെയ്തെടുക്കാം, പെട്ടെന്നൊക്കെ ആണെങ്കിൽ റിക്കവറി അറ്റംപ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഫാക്ടറി റീസെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതേപോലെ വൈപ്പ് ചെയ്യും ഡാറ്റ ഫുള്ളി. അതുകൊണ്ട് ഫാക്ടറി റീസെറ്റ് ചെയ്ത ഫോണുകളിൽ ഡാറ്റ റിക്കവർ ചെയ്യാൻ പാടെന്നാണ് എൻ്റെ ഒരു പഠനം അനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി അഥവാ വല്ല ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാത്ത ഏതിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതാണ് സംഭവം. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതാണ് 5 യുണീക്ക് ആയിട്ടുള്ള ചില ടെക് മിത്തുകൾ. ചിലത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എല്ലാം നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ അത് ചിലപ്പം അൺഇൻഫോർമേറ്റീവ് ആയിരിക്കും. എനിവേസ്, നിങ്ങൾക്ക് ഏതെങ്കിലും മിത്ത് ഇതുപോലെയൊക്കെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇങ്ങനത്തെ ക്രിസ്പായിട്ടുള്ള അധികം ലെസർ നോൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം. ഓക്കെ, ചില പാർട്ട് 2 ആയിട്ടോ അങ്ങനെ വല്ല ഉൾപ്പെടുത്താം. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് ടു ദി ചാനൽ ആൻഡ് ഗുഡ് ബൈ.